കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞെത്തിയ സുഭാഷ് വീട്ടിൽ ലൈറ്റൊന്നും കാണാതെ അമ്പരപ്പോടെ ലൈറ്റ് പോലും ഓണാക്കിയില്ലല്ലോ, എവിടെ പോയി എല്ലാവരും? ഇനിയിപ്പോ നികേഷിനെയും കൊണ്ട് സുധീഷ് ഹോസ്പിറ്റലിലേക്ക് പോയി കാണുമോ എന്നൊക്കെ ചിന്തിച്ച് സുധീഷ് എന്ന് നീട്ടി വിളിച്ച് വീട്ടിനകത്തേക്ക് കയറുകയാ. അവിടെ തളത്തിൽ പനിച്ചു വിറച്ച് മൂടിപ്പൊതിച്ച് കിടക്കുകയാണ് നികേഷ്. അവനെ കാണേ സുഭാഷും പരിഭ്രമത്തോടെ നികേഷെ ഇനിയും പനി മാറിയില്ലേ എന്ന് ചോദിച്ച് ദേഹത്ത് തൊട്ട് നോക്കി. നല്ല ചൂടുണ്ടല്ലോ, മരുന്ന് കഴിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കേ. കഴിച്ചു സുഭാഷേട്ടാ എന്ന് തളർച്ചയോടെ നികേഷും പറയുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ടും പനി കുറഞ്ഞില്ലേ? പൊള്ളുന്നുണ്ടല്ലോ. സുധീഷേ എന്ന് സുഭാഷ് വിളിക്കേ. സുധീഷേട്ടൻ വീട്ടിലില്ലെന്നും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയതാണെന്നും നികേഷ് പറയുന്നുണ്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയിന്നോ? രാവിലെ തൊട്ടേ നീ വീട്ടിൽ തനിച്ചാണോ? നീ വല്ലതും കഴിച്ചോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. കഴിച്ചു സുഭാഷേട്ടാ എന്ന് തളർച്ചയോടെ അവൻ പറയുകയാ. വയ്യായിരുന്നെങ്കിൽ സുഭാഷേട്ടനെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഇങ്ങനെ പനിയും വെച്ച് വീട്ടിൽ തനിച്ചിരിക്കുകയായിരുന്നു. ആ സുധീഷ് എവിടെ പോയി തുലഞ്ഞു എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അറിയില്ല സുഭാഷേട്ടാ എന്ന് അവൻ പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷ് എഴുന്നേറ്റ് പോയി ഒരു നനഞ്ഞ തുണിയുമായി വന്ന് അത് നികേഷിന്റെ നെറ്റിമേലിടുന്നുണ്ടെങ്കിലും പനി കുറവില്ലെന്ന് കണ്ട് അവൻ നികേഷിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാ. അവിടെ ഹോസ്റ്റലിലെ മെസ്സിൽ ഡിന്നർ കഴിക്കാൻ എത്തുകയാ നിധി. അവിടെ ഉണ്ടായിരുന്ന ചില കൂട്ടുകാരികൾ നിധിക്ക് സോറി എന്നെഴുതിയ ഒരു പേപ്പർ നൽകുന്നുണ്ട്. അതിലെ സോറി കണ്ട് എന്തിനു സോറി എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദിവ്യയും സോറി എന്നെഴുതിയ ഒരു പേപ്പർ അവൾക്ക് കൊടുക്കുകയാ. എല്ലാ പേപ്പേഴ്സും വായിച്ചു നോക്കിക്കൊണ്ട് എന്താ ഇത്, എല്ലാവരും വെരി സോറി എന്നൊക്കെ എഴുതി തന്നിരിക്കുന്നു എന്നവൾ സംശയത്തോടെ ചോദിക്കേ. ഇതെല്ലാം ഞങ്ങൾ എഴുതിയതല്ല എന്ന് ദിവ്യ പറയുന്നുണ്ട്. ഇന്നലെ ഹാൻസമായ ഒരാള് ഹോസ്റ്റലിൽ വന്ന് ബലൂണിൽ സോറി എല്ലാം എഴുതി പറത്തി വിട്ടില്ലേ, അയാളാണ് ഇത് നിധിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നത് എന്നൊരു ഫ്രണ്ട് പറയുന്നത് കേൾക്കെ സുധീഷോ എന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കൂട്ടുകാരി പറയുന്നുണ്ട്, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിലും ഒരു വഴക്കുണ്ടായ സമയത്ത് ഇനി മിണ്ടണ്ടെന്ന് ഞാൻ പറയേ അവനും ശരി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ പാട്ടിന് പോയതാ. ഇതുപോലെ ക്രിയേറ്റീവായി ചിന്തിച്ച് ഒന്നും ചെയ്തില്ല. നിധിയോട് എത്ര സ്നേഹമുള്ളത് കൊണ്ടാ ഇത്രയും എഫേർട്ട് എടുത്ത് സോറിയൊക്കെ പറയുന്നത്, ക്ഷമിച്ചുകൂടെ എന്നാ ഫ്രണ്ട് ചോദിക്കേ. അവൾ പറഞ്ഞത് ശരിയാ, ഇങ്ങനെ ഒരാളെ കിട്ടുന്നത് വലിയ കാര്യമാ. അയാൾ ജെനുവിനല്ലേ, ഇതിൽ കൂടുതൽ വേറെന്ത് വേണം? ഇങ്ങനെ ക്ഷമിക്കാൻ പാടില്ലാത്ത എന്ത് തെറ്റാ അയാൾ ചെയ്തത് എന്ന് വേറൊരു ഫ്രണ്ടും ചോദിക്കേ. ദിവ്യയും ചോദിക്കുന്നുണ്ട്, നിധി നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? അയാൾ സോറി പറയാൻ എന്തുമാത്രം ശ്രമിക്കുന്നു, നീ എന്താ ക്ഷമിക്കാൻ തയ്യാറാവാത്തതെന്ന് ദിവ്യ ചോദിക്കേ. ദേഷ്യത്തോടെ ആ പേപ്പേഴ്സ് എല്ലാം അവളുടെ കയ്യിലേക്ക് കൊടുത്ത് നിധി ഡിന്നറും കഴിക്കാതെ റൂമിലേക്ക് പോവുകയാ. റൂമിലെത്തി ടെൻഷനോടെ നിധിയും ബെഡിലേക്ക് ഇരുന്ന് നേരത്തെ ആ കൂട്ടുകാരി പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കുകയാ. അതോർക്കെ സുധീഷിനിയും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പണിയൊപ്പിച്ച് ഹോസ്റ്റലിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ടാവുമോ എന്ന് ചിന്തിച്ചവൾ എഴുന്നേറ്റ് ജനൽ തുറന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഐ ആം വെരി സോറി എന്നെഴുതിയ ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. സുധീഷ് അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് കരുതി നിധി തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും സുധീഷിനെ അവിടെയൊന്നും കാണാഞ്ഞ് അവൾ വീണ്ടും ബെഡിലേക്ക് വന്നിരിക്കുമ്പോഴാണ് ദിവ്യ അങ്ങോട്ട് വരുന്നത്. കഴിക്കാനായി വന്നിട്ട് കഴിക്കാതെ പോകുന്നത് എന്താന്ന് ദിവ്യ ചോദിക്കേ. എനിക്ക് കഴിക്കാൻ തോന്നിയില്ലെന്ന് നിധിയും. അത് കേൾക്കെ ദിവ്യയും പറയുന്നുണ്ട്, അന്ന് നിധി ആരോ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വന്ന് അത്രയും ബഹളമുണ്ടാക്കിയില്ലേ, അപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിധിയുടെ ആ കസിനെ നിധി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. റിലേറ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, ആന്റിയുടെ മകനോ അങ്കിളിന്റെ മകനോ പോലുള്ള റിലേഷൻ ആണോ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരിക്കുക. ശരി അത് വിട്ടേക്ക്, എന്തിനാ സോറിയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെ സോറി ചോദിക്കാൻ മാത്രം എന്താ നടന്നത് എന്നൊക്കെ ദിവ്യ ചോദിക്കേ. അതൊന്നുമില്ല ദിവ്യ എന്ന് നിധിയും. ആളെ കണ്ട നല്ലവനാണെന്ന് തോന്നുന്നല്ലോ, ക്യാരക്ടറും നല്ലതാണെന്ന് തോന്നുന്നു. നിധി ക്ഷമിക്കാൻ പറഞ്ഞ് എത്രമാത്രം കെഞ്ചുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ ലവ് ചെയ്യാൻ ഇത്രമാത്രം ആലോചിക്കേണ്ട കാര്യം എന്താ? അവരുടെ മുന്നിൽ വെച്ച് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ നിന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതല്ലേ, നമ്മൾ ഒരേ ഹോസ്റ്റലിലുമല്ലേ താമസിക്കുന്നത്, എന്നോടെങ്കിലും പറഞ്ഞൂടെ? ഇങ്ങനെ ഒരാളെ വേണ്ടെന്ന് പറയുന്നതിന് എന്താ കാരണമെന്ന് ദിവ്യ ചോദിക്കേ. അയ്യോ ദിവ്യ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ലവ് ഒന്നുമല്ല, വേറൊരു തെറ്റു ചെയ്തതിന് സോറി ചോദിച്ചോണ്ടിരിക്കുക. അത് വീട്ടേക്കെന്ന് നിധി പറയേ. ശരി ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൾ പോയതിനു ശേഷം നിധി വീണ്ടും സുധീഷിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സൂര്യയുമായുള്ള കല്യാണത്തിന് രക്ഷിക്കാനായി ഒരു ബൊമ്മ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വെച്ച് തന്റെ കഴുത്തിൽ താലി കെട്ടിയതും രാവിലെ അച്ഛൻ ഹോസ്റ്റലിൽ വന്ന് കല്യാണം എങ്ങനെ നടന്നാലും അവന്റെ ഭാര്യ നീ തന്നെയല്ലേ, അവന് നിന്നെ വളരെ ഇഷ്ടമാണ്, അവൻ നിന്നെ ഭാര്യയായി കണ്ടുപോയി എന്നൊക്കെ പറഞ്ഞതും ഓർക്കെ അതെങ്ങനെ ശരിയാവും എന്നവൾ ടെൻഷനോടെ പറയുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനിൽ വെച്ച് അച്ഛൻ സുധീഷിനെ തല്ലി ചതച്ചതും അസുഖബാധിതനായ അച്ഛനെ കാണാൻ ചെന്ന സമയത്ത് അരുണേട്ടൻ സുധീഷിനെ തല്ലി ചതച്ചതുമെല്ലാം അവൾ ടെൻഷനോടെ ഓർക്കുകയാ. പിന്നീട് അവൾ ടെൻഷനോടെ ഉറങ്ങാൻ കിടക്കുകയാ.
അപ്പോഴും സുധീഷ് തനിക്ക് തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തന്നതും തനിക്കായി സുധീഷ് വണ്ടി വാങ്ങി തന്നതും എല്ലാം ഓർക്കെ സുധീഷിനിപ്പോ എന്തു പറ്റി എന്ന ടെൻഷനോടെ നിധി ഓർക്കുന്നുണ്ട്. ടെൻഷനോടെ അവൾ വീണ്ടും എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്ന് സുധീഷ് താഴെ നിൽപ്പുണ്ടോന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് അവിടെ നിൽക്കുന്നതായി നിധിക്ക് തോന്നുന്നത്. അമ്പരപ്പോടെ അവൾ വീണ്ടും കണ്ണു തിരുമ്മി നോക്കുമ്പോഴേക്കും സുധീഷ് അവിടെ ഇല്ലായിരുന്നു. രാത്രിയാവുമ്പോൾ സുധീഷ് തളത്തിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴാണ് നികേഷിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ സുഭാഷ് മടങ്ങിയെത്തുന്നത്. കൂടെ ഹരീഷുമുണ്ട്. അവനെ കൊണ്ടുവന്നിരുത്തുമ്പോഴേക്കും എടാ നികേഷേ എന്തു പറ്റി എന്ന് സുധീഷ് ചോദിക്കെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ അവിടുന്ന് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ അവനോടല്ലേ ചോദിച്ചത്, നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്ന് സുധീഷ് ചോദിക്കെ സുധീഷേ എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടനും. പിന്നീട് സുഭാഷ് നികേഷിനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും സുധീഷും അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് എടാ നികേഷേ എന്തു പറ്റി, നിനക്ക് വയ്യേ എന്ന് ചോദിക്കേ. എടാ സുധീഷേ നിനക്കറിവില്ലടാ, അവനെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞ പോരായിരുന്നോ എന്ന് ചോദിക്കേ. എന്താ എന്തു പറ്റി സുഭാഷേട്ടാ എന്ന് സുധീഷും. രാവിലെ ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോ നീ എന്താടാ എന്നോട് പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഞാൻ നികേഷിനെ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞതല്ലേ, നിന്നെ വിശ്വസിച്ചല്ലേടാ ഞാൻ ഇവനെ ഇവിടെ തനിയെ വിട്ടു പോയത്, നീയാണെങ്കിൽ വയ്യാത്ത അവനെയും തനിച്ചാക്കി വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് സുഭാഷ് അവനെ വഴക്കു പറയെ. എന്താ സുഭാഷേട്ടാ അവൻ ചെറിയ കുട്ടിയാണോ എന്ന് സുധീഷും ചോദിക്കുക. അത് കേൾക്കെ ഹരീഷും അവൻ ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ എന്നതല്ല, അവൻ അസുഖമായിരുന്നില്ലേ, അസുഖം വന്ന ആരെങ്കിലും കൂടെ ഇരുന്ന് പരിചരിക്കണം, സുഭാഷേട്ടൻ ലീവെടുത്ത് അവനെ നോക്കാമെന്ന് പറഞ്ഞതല്ലേ, ഇയാളല്ലേ ഞാൻ ഇവിടെയുണ്ട് നോക്കിക്കോളാമെന്ന് പറഞ്ഞത്, അപ്പോ കൂടെ ഇടുന്ന് അവനെ പരിചരിക്കാതെ ഊരു ചുറ്റാൻ പോയിരിക്കുന്നു. സുഭാഷേട്ടൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ നികേഷ് പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടാ വന്നത്. കുറച്ചു സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ അപസ്മാരം വരുമായിരുന്നെന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് ഹരീഷ് പറയേ. അങ്ങനെയാണോ നികേഷേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും എന്താടാ സുധീഷേ സാധാരണ പോലെ അങ്ങനെയാണെന്ന് ചോദിക്കുന്നേ, അവന് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞതായിരുന്നില്ലേ, നീയല്ലേ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു നിന്നത്, ഇനി നിനക്ക് പുറത്തേക്ക് പോവേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറയേണ്ടതല്ലേ, അവനെ ഇങ്ങനെ തനിച്ചാക്കി പോവാൻ പാടുണ്ടോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അവന്റെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ, തീരെ വയ്യെങ്കിൽ ഇവനെന്നെ ഫോൺ വിളിക്കാമായിരുന്നില്ലേ, ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, എന്താ നികേഷേ നീ എന്നെ ഫോണിൽ വിളിക്കാതിരുന്നത്, നിനക്ക് തീരെ വയ്യായിരുന്നു എന്ന് ചോദിച്ച് സുധീഷ് അവനെ പനിയുണ്ടോന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികേഷ് അവനെ തടഞ്ഞ് ഒന്ന് പോ സുധീഷേട്ടാ, എന്നോട് സംസാരിക്കണ്ട, അന്ന് എനിക്ക് പനി വന്ന സമയത്ത് ഏടത്തി എന്നെ എത്ര നന്നായി നോക്കിയതാ, ഏടത്തി വീട്ടിലില്ല ഇപ്പോ, എല്ലാം സുധീഷേട്ടൻ കാരണമാണ് എന്ന് നികേഷ് കുറ്റപ്പെടുത്തെ. സുധീഷും ദേഷ്യത്തോടെ എന്താടാ ഏട്ടത്തി ഏട്ടത്തി എന്ന് എപ്പോഴും പറയുന്നത്, ഞാൻ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഏട്ടത്തിയും അനിയത്തിയും ഒക്കെ ഉണ്ടായത്, എന്നെ ഇഷ്ടമില്ലാത്തവരാണോ ഏട്ടത്തി വേണം അനിയത്തി വേണമെന്ന് പറയുന്നത്, അവൾ എന്നെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി, അപ്പോ നിങ്ങളെയും അവൾക്ക് വേണ്ടെന്നല്ലേ അതിനർത്ഥം, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഏട്ടത്തി ഉണ്ടായത്, അതെല്ലാവരും ഓർത്തോണം എന്ന് സുധീഷ് പറയേ. നിങ്ങളെ കൊണ്ടാ ഏട്ടത്തി ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി, നിങ്ങളൊരു ഫ്രോഡാ, എപ്പോഴും കള്ളം പറയും, തോന്നിയ പോലെ നടക്കും, അതാ ഏടത്തി നിങ്ങളെ വിട്ടു പോയത് എന്ന് നികേഷും ടെൻഷനോടെ പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ എന്താടാ പറയുന്നതെന്ന് ചോദിച്ച് അവന്റെ തലക്കിട്ടൊരു കിഴുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണെ ഹരീഷും സുധീഷിനെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് നിങ്ങൾ എന്തിനാ അവനെ അടിക്കുന്നത്, തീരെ വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാ, അവനെ അടിക്കേണ്ട ആവശ്യം എന്താന്ന് ഹരീഷ് ചോദിക്കെ. സുധീഷും അതിഷ്ടമാകാതെ അവനുമായി വഴക്ക് കൂടുകയാ. അവർ തമ്മിൽ വഴക്കിട്ട് അടി കൂടുന്നത് കണ്ട് സങ്കടത്തോടെ സുഭാഷേട്ടാ എന്ന് നികേഷും വിളിക്കുന്നുണ്ട്. ഹരീഷ് അവനെ പിടിച്ച് തള്ളി മാറ്റുമ്പോഴേക്കും സുഭാഷും പറയുന്നുണ്ട് നിർത്തടാ, എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുത്തൻ ഇവിടെ വയ്യാണ്ട് കിടക്കുമ്പോ അവന്റെ മുന്നിൽ നിന്ന് അടി കൂടുന്നു, നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ, ഞാനും അനിയന്മാരല്ലേ, വയസ്സിനു ഇളയതല്ലേ എന്ന് വിചാരിച്ച് വെറുതെ വിടുമ്പോ നിങ്ങൾ തലയിൽ കയറുന്നോ, ഇത്രയ്ക്ക് വിവരമില്ലേ നിങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞ് സുധീഷിനെ നോക്കിക്കൊണ്ട് അവനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ, മറ്റുള്ളവരെന്തായാലും അവൻ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നികേഷിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് നികേഷേ നീ വാ, അവർ തമ്മിൽ അടികൂടി ചാവട്ടെ, നീ വാ എന്ന് പറഞ്ഞ് നികേഷിനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാ. ഹരീഷ് ദേഷ്യത്തോടെ സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നെ പുറത്തേക്ക് പോകുമ്പോഴേക്കും സുധീഷും വീട്ടിൽ നിന്നിറങ്ങി പോകുന്നുണ്ട്. സുഭാഷും നികേഷിനെ റൂമിൽ കൊണ്ടിരുത്തി നികേഷേ എങ്ങനെയുണ്ട് ഇപ്പൊ, ശരി നീ കിടക്ക്, ഞാൻ നിനക്ക് കഞ്ഞി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി പോവുകയാ. വീട്ടിൽ വീണ്ടും ബഹളവും വഴക്കും ഉണ്ടായത് നികേഷിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ തന്റെ മൊബൈൽ എടുത്ത് നിധിയെ വിളിക്കുകയാ. റൂമിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്ന നിധിയും നികേഷിന്റെ കോളാണെന്ന് കണ്ട് സന്തോഷത്തോടെ എടുത്ത് നികേഷ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കേ അവനെ ഏട്ടത്തിന്ന് വിളിച്ച് വിതുമ്പി കരയാൻ തുടങ്ങുകയാ.
അതുകൾക്ക് നിധിയും ആകെ ടെൻഷനോടെ കരയാതെ എന്തു പറ്റിയെന്ന് പറ എന്ന് പറയേ. എന്തിനാ ഏട്ടത്തി ഈ വീട് വിട്ടു പോയത്? എന്തിനാ ഞങ്ങളെ വിട്ടു പോയത്? ഏട്ടത്തി പോയതിനു ശേഷം ഇതൊരു വീടല്ലാതായി മാറിയിരിക്കുന്നു. സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും വീണ്ടും പഴയതുപോലെ വഴക്കു തുടങ്ങി. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഏട്ടത്തി പോയതിനു ശേഷം എനിക്ക് പനി പിടിച്ചു. എന്നെ പരിചരിക്കാൻ ആരുമില്ല. എന്റെ കൂടെ ഇരിക്കാൻ പോലും ആരുമില്ല. തനിച്ചായിപ്പോയ പോലെ. ഏട്ടത്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഓർമ്മ വരും എന്നൊക്കെ നികേഷ് കരച്ചിലൂടെ പറയേ. നികേഷേ കരയാതെടാ, പനിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ കൂട്ടിക്കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു. പക്ഷേ തീരെ വയ്യ. ഏടത്തിയില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാനാവുന്നേയില്ല. ഏടത്തി ഇനി തിരികെ വരില്ലേ? എനിക്ക് വേണ്ടി തിരികെ വാ എടുത്തി, വീട്ടിലേക്ക് വാ എടുത്തി, പ്ലീസ് എടുത്തി എന്നവൻ കരച്ചിലൂടെ പറയാൻ. നികേഷേ ഇല്ലടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് നിധി പറയുന്നുണ്ടെങ്കിലും നികേഷ് വീണ്ടും സങ്കടത്തോടെ അവളെ വീട്ടിലേക്ക് വരാനായി നിർബന്ധിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ കോൾ കട്ട് ചെയ്ത് സങ്കടത്തോടെ കട്ടിലേക്ക് ചുരുണ്ടിക്കൂടി കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങുകയാ. പിന്നീട് രാവിലെ ആവുമ്പോൾ കിളിക്കൂട്ടിലേക്ക് ഒരു ഓട്ടോയിൽ നിധി വന്നിറങ്ങുകയാ. അവളെ കണ്ട് ഉമ്മറത്തെ കട്ടിലിരിക്കുകയായിരുന്ന അച്ഛനും സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും നിധി അച്ഛനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അപ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ വാ എടുത്തി എന്ന് വിളിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു ഹരീഷേ എന്ന് നിധി ചോദിക്കേ. നന്നായിരിക്കുന്നു. ഏടത്തി എങ്ങനെ ഇരിക്കുന്നു എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നന്നായിരിക്കുന്നു എന്ന് നിധി പറയേ. ഹരീഷ് അവളെ സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. തളത്തിലേക്ക് എത്തുന്ന ഹരീഷ് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് വിളിച്ചു പറയുന്നുണ്ട്. തളത്തിൽ മൊബൈൽ നോക്കിയിരിപ്പാ സുധീഷ്. നികേഷ് അവിടെ പായയിൽ തളർന്നു കിടന്നുറങ്ങുകയാ. എടാ ഹരീഷേ എന്ന് വിളിച്ച് അങ്ങോട്ടെത്തുന്ന സുഭാഷ് ഏട്ടനും നിധിയെ കണ്ട് വാ മോളെ നന്നായിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് മൊബൈലും നോക്കി ഹെഡ്സെറ്റും വെച്ചിരിക്കുകയായിരുന്ന സുധീഷ് അവളെ കാണുന്നത്. മോള് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, ഇരിക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധി നികേഷിന്റെ അടുത്തേക്ക് ഇരുന്ന് നികേഷെ എഴുന്നേൽക്കെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് നിധി നീ വന്നോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉറക്കമുണർന്ന നികേഷും അമ്പരപ്പോടെ എടുത്തിയെന്ന് വിളിച്ച് എഴുന്നേറ്റിരിപ്പാ. എന്താടാ നികേഷെ, നിനക്കെന്താ ചെറിയ കുട്ടികളെ പോലെ അടിക്കടി പനി വരുന്നത്? നീ നന്നായി ഭക്ഷണം കഴിച്ചില്ലേ? വെള്ളമെല്ലാം കുടിക്കുന്നില്ലേ എന്നൊക്കെ അവൾ ടെൻഷനോടെ ചോദിക്കെ. കുടിക്കുന്നുണ്ട് എടുത്തി എന്ന് നികേഷും പറയും. അതുകൾക്ക് സംശയത്തോടെ സുഭാഷേട്ടനും അവന് പനിയുണ്ടെന്ന് മോളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കെ. അത് ഞാൻ ഏട്ടത്തിയെ വിളിച്ചപ്പോ പറഞ്ഞതാ എന്ന് നികേഷും പറയുന്നുണ്ട്. നിധിയും ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടൻ എന്നെ ഇന്നലെ വിളിച്ചതല്ലേ? അപ്പൊ നികേഷിന് പനിയുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ നന്നായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കേ. ഇതെല്ലാം മോളോട് പറഞ്ഞ് മോളെ വെറുതെ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ പറയാതിരുന്നതെന്ന് സുഭാഷും. അത് കേൾക്കെ അവൾ വീണ്ടും ടെൻഷനോടെ നികേഷിന്റെ ദേഹത്ത് തൊട്ടു നോക്കിക്കൊണ്ട് പാവമല്ലേ സുഭാഷേട്ടാ, നല്ല ഫീവർ ഉണ്ടല്ലോ, ഡോക്ടറെല്ലാം കാണിച്ചില്ലേ, മരുന്ന് കഴിച്ചില്ലേടാ എന്നവൾ ചോദിക്കേ. ഇപ്പൊ ഏട്ടത്തി വന്നില്ലേ, ഇനി എനിക്കൊന്നും വേണ്ട, താനേ റെഡി ആയിക്കോളുമെന്ന് നികേഷും പറയുന്നുണ്ട്. എല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കായിരുന്ന സുധീഷും ഇതാണ് കറക്റ്റ് ടൈം, ഇനി എന്തെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞേ. നിധി എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് സുഭാഷേട്ടനും ഹരീഷും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിധി ചായ എടുക്കട്ടെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. ചായ വേണം സുഭാഷേട്ട എന്ന് നിധിയും. താൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നിധി നികേഷിനോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അത് ശ്രദ്ധിച്ചു നിൽക്കുന്ന സുധീഷ് ഇടയ്ക്ക് അവളോട് മിണ്ടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ നികേഷിനോട് സംസാരിച്ചുകൊണ്ടിരിപ്പാ. അത് ശ്രദ്ധിച്ച് ഹരീഷും മെല്ലെ എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്ന് ഏടത്തി വന്നപ്പോ തൊട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഒന്നിനു പോലും മറുപടി പറഞ്ഞില്ലല്ലോ, ഒന്നും മിണ്ടാതെ നിന്നുടേതെന്ന് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ പോടാ എന്ന് അവനെ വഴക്ക് പറയുമ്പോഴേക്കും സുഭാഷ് അവൾക്കുള്ള ചായയുമായി വരുന്നുണ്ട്. കൂടെ നികേഷിനും ഹരീഷിനും ചായ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ചായയുമായി സുഭാഷേട്ടൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും എനിക്കും ചായ വേണമെന്ന് പറഞ്ഞ് സുധീഷ് ചാടിക്കയറി ആ ചായ എടുക്കുകയാ. അല്ല സുഭാഷേട്ടന് വേണ്ടേ എന്ന് നിധി ചോദിക്കേ. ഞാൻ പിന്നീട് കുടിച്ചോളാമെന്ന് സുഭാഷേട്ടനും. നിധി ആ ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് ഈ ചായ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആ ചായ ആസ്വദിച്ച് കുടിക്കുകയാ. മോളെ നീ വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാനായി ഉണ്ടാക്കി വെച്ചേനെ എന്ന് സുഭാഷേട്ടൻ പറയാൻ. അതൊന്നും കുഴപ്പമില്ലെന്ന് നിധിയും. നിധിക്ക് ഇഷ്ടമുള്ള ദോശയും ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് കഴിച്ചിട്ട് പോയാൽ മതിയെന്നും സുഭാഷേട്ടൻ പറയാൻ. അതൊന്നും വേണ്ട സുഭാഷേട്ടാ, ഈ ചായ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങുകയാണ്. നികേഷ് ആകെ വയ്യാതെ കിടപ്പിലായിരുന്നുവെന്നും ഇന്നേക്ക് കുറച്ച് കുറവുണ്ടെന്നും സുഭാഷേട്ടൻ പറയാൻ. ഇനി എന്ത് ചോദിക്കണമെന്ന് ആലോചിച്ച് സുധീഷും ഓർത്തെടുത്ത് ഇനി നിധി നേരെ ഓഫീസിലേക്കാണോ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിധി അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴേക്കും ഹരീഷ് ഒരു ചിരിയോടെ സുധീഷിനെ നോക്കുകയാണ്. നികേഷ് അപ്പോഴേക്കും നിധിയോടായി പറയുന്നുണ്ട്, ഏടത്തി വരുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല, നല്ല സന്തോഷമായെന്ന്. അതുകൾക്ക് സുഭാഷേട്ടനും പറയുന്നുണ്ട്, പനി വന്നത് തൊട്ട് ഒരേ പിച്ചും പേയും പറച്ചിലായിരുന്നു, ഏടത്തിയെ കാണുന്നത് പോലെയുണ്ട്, സംസാരിക്കുന്നത് പോലെയുണ്ട് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിധി വീട് വിട്ടു പോയതിലുള്ള വിഷമം കൊണ്ടാ ഇവന് പനി വന്നത് എന്ന് സുഭാഷേട്ടൻ പറയേ.
എടുത്തി തിരികെ ഈ വീട്ടിലേക്ക് വരാമോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ഒരു പ്രതീക്ഷയോടെ നിൽപ്പുണ്ട്. എടാ നികേഷെ ചുമ്മാതിരിക്കടാ എന്ന് സുഭാഷ് ഏട്ടനും അവനെ വഴക്കു പറയുകയാ. പ്ലീസ് ഏട്ടത്തി വീട്ടിലേക്ക് തിരിച്ചു വാ എടുത്തി. സുധീഷ് ഏട്ടനല്ലേ പ്രശ്നം, സുധീഷ് ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് നികേഷ് പറയെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനും നെറുകയിൽ കയറുന്നുണ്ട്. ആരും സുധീഷിനെ മൈൻഡ് ചെയ്ത് ഇരിക്കുമ്പോഴേക്കും ഹരീഷ് അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എടുത്തി പ്ലീസ് ഏട്ടത്തി എന്ന് നികേഷ് വീണ്ടും പറയെ. അതൊന്നും ശരിയാവില്ല നികേഷേ എന്ന് നിധിയും. സുധീഷ് ഏട്ടനെ വേണ്ട, സുധീഷ് ഏട്ടൻ ഇവിടുന്ന് പോട്ടെ, അല്ലെങ്കിൽ കാറ് കിടക്കട്ടെ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോട്ടെ. ഏട്ടത്തി വീട്ടിലേക്ക് തിരിച്ചു വാ, ഏട്ടത്തി വീട്ടിലില്ലാതെ ശരിയാവില്ല എന്ന് നികേഷ് വീണ്ടും അപേക്ഷിക്കുന്നത് കേൾക്കെ ഹരീഷും പതിയെ എഴുന്നേറ്റ് സുധീഷിന്റെ അടുത്ത് ചെന്ന് ഒരു ചിരിയോടെ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട്. എന്നെ പുറത്താക്കാൻ നോക്കുകയാ. അവൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത് കണ്ട് സുഭാഷ് ഏട്ടൻ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കേ. സുഭാഷ് ഏട്ടനും കൂടി ചേർന്നല്ലോ അത് പറഞ്ഞതെന്നോർത്ത് സമാധാനിക്കുന്ന ഹരീഷും. അങ്ങനെ നിധി സുഭാഷ് ഏട്ടനോടും നികേഷിനോടും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ സുധീഷ് അവളോട് മിണ്ടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് സുഭാഷ് അവൾക്ക് ഇഷ്ടമുള്ള ദോശ കഴിപ്പിക്കുന്നുണ്ട്. നികേഷും അവളുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാ. ഹോസ്റ്റലിലെ ഫുഡൊന്നും ശരിയല്ല നികേഷ് എന്നൊക്കെ പറഞ്ഞ് നിധി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടൻ വീണ്ടും ഒരു ദോശ കൂടി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വേണ്ടെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും മോളെ കണ്ടാൽ അറിയാം നല്ലപോലെ ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന് എന്ന് പറഞ്ഞ് അവൻ ആ ദോശ കൂടി നിധിയുടെ പ്ലേറ്റിലേക്ക് ഇടുകയാ. കഴിക്കുന്നതിനിടയിൽ നിധി നികേഷിനോടായി പറയുന്നുണ്ട്, നികേഷേ സമയത്തിന് മരുന്നെല്ലാം കഴിക്കണം, ഇടയ്ക്കിടെ ഞാൻ നിന്നെ വന്ന് കണ്ടോളാമെന്ന്. എഴുതി കള്ളം പറയുന്നതല്ലേ എനിക്കറിയാമെന്ന് നികേഷ് ടെൻഷനോടെ പറയേ. വരാ നികേഷേ നീ കഴിക്കെന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നിധി നികേഷിനോടും സുഭാഷ് ഏട്ടനോടും യാത്ര പറയാൻ തുടങ്ങുകയാ. മോളെ ഒരു മിനിറ്റ്, ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാം, ഷർട്ടും മുണ്ടും മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പോകുമ്പോഴേക്കും സുധീഷും കൂടെ ചെല്ലുന്നുണ്ട്. അവൻ സുഭാഷ് ഏട്ടനെ പിടിച്ചു നിർത്തി, സുഭാഷ് ഏട്ടാ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കൂടെ പോയിക്കോളാം സുഭാഷ് ഏട്ടാ. അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന സുധീഷ് പറയെ. ശരിയെന്ന് സമ്മതിച്ച് സുഭാഷ് ഏട്ടനും നിധിയുടെ അരികിലേക്ക് ചെന്ന് മോളെ കറി അടുപ്പത്താ, സുധീഷേ നീ ഒന്ന് നിധിയെ കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് സുധീഷും അത് സമ്മതിക്കേ. കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ ഞാൻ തനിയെ പോയിക്കോളാമെന്ന് നിധിയും. അത് കേൾക്കെ ഹരീഷും ഈ സുധീഷ് ഏട്ടൻ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഒരു പണിയുമില്ല, സുധീഷ് ഏട്ടൻ കൊണ്ടുവിടും, ഏട്ടത്തി കൂടെ ചെല്ലെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് നിധി ഇറങ്ങാൻ തുടങ്ങുന്നേരം ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്, പുറത്തുള്ള ആ സ്കൂട്ടി ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ, ആ വണ്ടിയിൽ ഹോസ്റ്റലിലേക്ക് പോയിക്കൂടെ എന്നവൻ ചോദിക്കേ. അതിന് നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് സുധീഷും. പെട്ടെന്ന് താൻ പറഞ്ഞ വാക്കുകളോത്ത് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും കുഴപ്പമില്ല ഹരീഷേ, വണ്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ, സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് നിധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. ഉമ്മറത്തിരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് നിധി ഇറങ്ങി പോകുമ്പോഴേക്കും നിധി എന്ന് വിളിച്ച് സുധീഷും അവളുടെ പുറകെ ചെല്ലുകയാ. ഞാൻ താനിച്ചു പോയിക്കോളാം, എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞ് നിധി നടന്നു നീങ്ങുകയാ. സുധീഷും അവളുടെ പുറകെ നടന്നുകൊണ്ട് നിധിക്ക് വഴി അറിയാമെന്ന് എനിക്കറിയാം, ഒരു വഴിപോക്കനായി കൂടെ വരാമെന്ന് പറഞ്ഞ് സുധീഷും അവളുടെ പുറകെ പോവുകയാ. അവൻ വരുന്നത് കാണാൻ നിധിയും ദേഷ്യത്തോടെ എന്താ എന്റെ പുറകെ നടന്നു വരുന്നത് എന്ന് ചോദിക്കേ. ഇത് പൊതു വഴിയല്ലേ, അല്ലാതെ നിധിയുടെ അച്ഛനുണ്ടാക്കിയ റോഡൊന്നുമല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പോ എന്റെ അച്ഛനെ പറഞ്ഞെന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ. ഇത് നിന്റെ അച്ഛനുണ്ടാക്കിയ റോഡൊന്നും അല്ലല്ലോ എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്, ഇത് നിധിയുടെ അച്ഛനുണ്ടാക്കിയ റോഡല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് സുധീഷും പതിഞ്ഞ ശബ്ദത്തിൽ പറയേ. ഞാൻ എന്റെ പാട്ടിന് പോവുകയല്ലേ, പിന്നെന്തിനാ ഇയാൾ കൂടെ വരുന്നതെന്ന് നിധിയും. ശരി ഞാൻ പിന്നാലെ വരുന്നില്ല, സൈഡിൽ വന്നേക്കാം എന്നവൻ പറയേ. എനിക്ക് തനിയെ നടന്നു പോവാൻ അറിയാം, എന്റെ കൂടെ നടന്നു വരണ്ടെന്ന് നിധിയും. അയ്യോ മേഡത്തിന് എല്ലാം അറിയാം, തനിയെ നടന്നു പോകാൻ അറിയാം, തനിയെ ജീവിക്കാൻ അറിയാം, എല്ലാം ഇപ്പോൾ അറിയാം. പക്ഷേ ഒരു കാലത്ത് നിധിക്ക് ഇതൊന്നും അറിയാതിരുന്നപ്പോ ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അത് മറക്കാതെ മേഡം എന്ന് സുധീഷ് പറയേ. ഞാൻ അത് മറന്നു എന്ന് നിധിയും. അതാണ്, നല്ലവരെയൊന്നും ആരും ഓർക്കില്ല, എന്നെ പോലെയുള്ള നല്ലവർ ഈ റോഡിലൂടെ നടന്നാലും ആരും കാണില്ല, അതുകൊണ്ടാ ഞാൻ ഇയാളുടെ പിറകെ വരുന്നത് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ഒരു ചിരിയോടെ നടന്നു നീങ്ങുകയാ. സുധീഷും അവളുടെ പിറകെ നടന്നു ചെല്ലുമ്പോഴേക്കും നിധി വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ ഓവറായി അഭിനയിച്ച് സീൻ ഉണ്ടാക്കല്ലേ എന്ന്. സീൻ ഉണ്ടാക്കുക തന്നെയാ, ഞാൻ അഭിനയിക്കുന്നവൻ, കള്ളം പറയുന്നവൻ, നയവഞ്ചകൻ, കള്ളൻ, പെണ്ണുങ്ങളോട് മോശമായി പെരുമാറുന്നവൻ, ഇങ്ങനെ എനിക്ക് ധാരാളം പട്ടങ്ങളുണ്ട്. ഞാൻ ഈ റോഡിലെ സൈഡിലൂടെ എങ്ങാനും വന്നോളാം, നിങ്ങൾ പോവാൻ നോക്കും മേഡം എന്ന് സുധീഷ് പറയെ. നിധി വീണ്ടും നടക്കാൻ തുടങ്ങുകയാ. സുധീഷും അവളുടെ പുറകെ നടന്നു നീങ്ങുമ്പോഴേക്കും എതിരെ വന്ന ഒരു സ്ത്രീയും നിധിയോടായി, നീ ആ ഭാസ്കറിന്റെ വീട്ടിലെ മരുമോളല്ലേ, നീ വീട് വിട്ടു പോയി എന്നാണല്ലോ പറഞ്ഞു കേട്ടത്, തിരിച്ചു വന്നോ എന്ന് ചോദിക്കേ. പുറംതിരിഞ്ഞു നിന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്, തിരിഞ്ഞെങ്ങനെ വരാൻ പറ്റും, നേരെയല്ലേ വരാൻ പറ്റൂ എന്ന്. അവർക്ക് ചോദിക്കാൻ കണ്ടൊരു ചോദ്യം, പോയി നിങ്ങളുടെ ജോലി നോക്കെന്ന് സുധീഷ് പറയേ. അവനെ ചീത്ത വിളിച്ചുകൊണ്ട് ആ സ്ത്രീയും നടന്നു നീങ്ങുകയാ. എതിരെ വന്ന രണ്ട് നാട്ടുകാരും അക്കാര്യം തന്നെ അവരോടായി ചോദിക്കേ. സുധീഷ് അവരെ വഴക്ക് പറഞ്ഞു ഓടിക്കുകയാ. വീണ്ടും അവരെ കണ്ട് രണ്ട് സ്ത്രീകൾ തമ്മിൽ പറയുകയാ, ആ പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ എന്ന്. അതൊന്നും ഉണ്ടാവില്ല,
ആ വീട് പെണ്ണുങ്ങൾ വാഴാത്ത രാശിയില്ലാത്ത ഒരു വീടാണെന്ന് അത് കേൾക്കെ നിധിക്കും ആകെ ടെൻഷൻ ആവുകയാ. അവളന്ന് സുഭാഷ് ഏട്ടൻ സങ്കടത്തോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. ഈ വീടിന് നാട്ടുകാരുടെ ഇടയിൽ ഒരു പേരുണ്ട്, പെണ്ണുങ്ങൾ വാഴാത്ത വീട്. ഞങ്ങളെല്ലാവരും ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞങ്ങളുടെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അവരും വീട് വിട്ടുപോയി. അപ്പോ തൊട്ട് ആരംഭിച്ച പേരാ എന്നൊക്കെ സുഭാഷ് ഏട്ടൻ സങ്കടത്തോടെ പറഞ്ഞതോർക്കെ അവളും നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണം നിങ്ങളുടെ വീടിന് വീണ്ടും മോശപ്പേരായല്ലേ എന്ന്. അതെ, അതൊരു മഹാരാജാവിന്റെ കൊട്ടാരമാണല്ലോ. അത്രയ്ക്ക് നല്ല പേരുള്ളൊരു വീടായിരുന്നല്ലോ. അതൊരു നരകമാ, പല ശാപങ്ങളും വാങ്ങിച്ചൊരു വീട്. ഇപ്പൊ എക്സ്ട്രാ ഒരു പേര് കൂടി വീണു, അത്രേ ഉള്ളൂ. ഇയാൾ അതോർത്ത് വിഷമിക്കണ്ട, അങ്ങോട്ട് നടക്കെന്ന് സുധീഷ് പറയേ. നിധി പറയുന്നുണ്ട്, എനിക്ക് വളരെ കഷ്ടം തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 പെണ്ണുങ്ങളും ആ വീട് വിട്ടു പോയി. ഇപ്പൊ ഞാനും ആ വീട് വിട്ടിറങ്ങി. വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലേ എന്നൊക്കെ അവൾ ടെൻഷനോടെ ചോദിക്കേ. അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ച് നിധിയോട് ആ വീട്ടിൽ താമസിക്കാൻ പറയാൻ പറ്റുമോ? ഞാനൊരു ദുഷ്ടനല്ലേ, ആ വീട്ടിൽ ഇയാളെങ്ങനെ താമസിക്കും എന്നവൻ ചോദിക്കേ. വല്ലാതങ്ങ് അഭിനയിക്കല്ലേ കേട്ടോ എന്ന് നിധിയും. ഓക്കെ മേഡം, ഞാൻ അഭിനയിക്കുന്നില്ല മേഡം, വാ മൂടി വെച്ചോളാം എന്ന് പറഞ്ഞവൻ മിണ്ടാതെ നടക്കേ. നിധിയും ആകെ ടെൻഷനോടെ നടക്കുന്നത് കണ്ട് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ നിധിക്കിനി ആ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നിയാ നിധി തിരികെ വരുമോ? അല്ലെങ്കിൽ നികേഷ് പറഞ്ഞതുപോലെ ഞാൻ ആ വീട്ടിലുള്ളതാണോ പ്രശ്നം? നിധിക്ക് സുഭാഷ് ഏട്ടനുണ്ട്, അനിയന്മാരായി ഹരീഷും നികേഷുമുണ്ട്. അച്ഛൻ പോലും നിധിയോട് സ്നേഹത്തിലാ പെരുമാറുന്നത്. ഞാനാണല്ലോ മോശപ്പെട്ടവൻ. ഞാൻ ആ വീട് വിട്ടു പോയിക്കോളാം, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുമല്ലോ എന്നവൻ പറയേ. വെറുതെ ആവശ്യമില്ലാത്തത് ഓരോന്ന് പറഞ്ഞ് സീൻ ഉണ്ടാക്കണ്ട എന്ന് നിധിയും. അല്ല നിധി, ഞാൻ സത്യമായിട്ടും പറയുകയാ. നോക്ക് നിധി, അന്ന് നടന്നത് തെറ്റു തന്നെയാ. എന്നോട് നിധി ഇപ്പോ മിണ്ടുന്നു പോലുമില്ല. അറ്റ്ലീസ്റ്റ് എന്നോട് ക്ഷമിച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്ക്, തനിയെ നിധി എന്റെ കൂടെ എത്ര യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ നിധിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിധി എന്നെ ഒതുക്കി വെച്ചേക്കുവാണല്ലോ. ഞാൻ നിധിക്ക് വണ്ടി പഠിപ്പിച്ചിട്ട് തരണ്ടെന്ന് വരെ പറഞ്ഞു. അതാ എനിക്ക് ദേഷ്യം വന്നത്. സത്യമായിട്ട് ഞാൻ വേറെ ഇന്റൻഷനോട് കൂടിയൊന്നുമല്ല വന്നത്. എന്നെ നിധി അകറ്റി നിർത്തുകയാണെന്നുള്ള ഒരു ടെൻഷനോടെയാ അന്ന് കയറി വന്നത്. അതുമാത്രമല്ല, ഞാൻ കുടിച്ചിട്ടും ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അന്ന് നടന്നതെല്ലാം തെറ്റു തന്നെയാ. എന്നോട് ക്ഷമിക്കു നിധി, പ്ലീസ്. അല്ലെങ്കിൽ നിധി ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് തക്കലയിൽ നിധിയുടെ വീട്ടിലെത്തിയപ്പോ നിധിയുടെ റൂമിലല്ലേ ഞാൻ കിടന്നത്. അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ തന്നെ നിധി ദേഷ്യത്തോടെ വിളിച്ചുകൂവി വീട്ടിലുള്ളവരെ അറിയിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചു കൂവിയിരുന്നെങ്കിൽ അവർ വന്ന് എന്താ ഏതാന്നൊക്കെ ചോദിക്കുമായിരുന്നില്ലേ? അത്രയ്ക്കും യോഗ്യതയുള്ള ഒരാളായിരുന്നു സുധീഷ്. പിന്നീട് പൊട്ടബുദ്ധിയിൽ എന്തൊക്കെയോ ചെയ്തു. എന്നോട് ക്ഷമിക്കു നിധി, എന്റെ മനസ്സ് ആകെ നീറിപ്പുകയുകയാ. കുറ്റബോധത്താൽ ഒരു യന്ത്രമായി മാറിയിരിക്കുക ഞാൻ. പ്ലീസ് നിധി, എന്നോട് ക്ഷമിച്ചെന്ന് പറ, പ്ലീസ് പ്ലീസ് നിധി എന്ന് പറയുമ്പോഴേക്കും ഒരു ഓട്ടോ അതുവഴി വരുന്നുണ്ട്. നിധി സുധീഷിനെ മറുപടിയൊന്നും കൊടുക്കാതെ ആ ഓട്ടോയിലേക്ക് കയറി പോവുകയാ. നിധി പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് ഒക്കെ സുധീഷ് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നിധി മൈൻഡ് ചെയ്യാതെ പോവുകയാ. സുധീഷും ആകെ നിരാശയോടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ചിന്തിച്ച് ടെൻഷനോടെ നിൽക്കേ ഓട്ടോയിലിരുന്ന് നിധിയും ആലോചിക്കുകയാ. താനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ നിധി തിരികെ വരുമോ എന്ന് സുധീഷ് ചോദിച്ചതും നാട്ടുകാരുടെ ആ ചോദ്യങ്ങളും തക്കലയിലെ വീട്ടിലെ കാര്യം സുധീഷ് ഓർമ്മിപ്പിച്ചതുമെല്ലാം ഓർക്കെ നിധിയും ടെൻഷനോടെ പോവുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.